നമസ്കാരം. മമ്മാസ് കുക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റി കേട്ടോ. ട്രാവൽ വീഡിയോ കൂടി ഇടുന്നത് കൊണ്ട് ആണ് പേര് മാറ്റിയത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കിത് വെള്ളത്തിലേക്കിടാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉണക്കമുളകിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം കനം കുറച്ചെരിഞ്ഞ സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് ഞെക്കി പിഴിഞ്ഞെടുത്ത വഴുതനങ്ങ ഇതിലേക്കിടാം. കൂട്ടത്തിൽ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളകിടാം. കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി പൊടിച്ചെടുക്കണേ. ഇത് നമുക്ക് ഇടികല്ലിൽ ഇടിച്ച് വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങയിൽ നിന്നുള്ള വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഇനി വഴുതനങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ടെല്ലാം നല്ലപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് തിക്കായിട്ട് കലക്കിയ പുളിവെള്ളം ചേർക്കാം. നല്ല തിളച്ച വെള്ളത്തിലാണ് ഈ പുളിവെള്ളം കലക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടി ചോറിനാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്